മലപ്പുറം ജില്ലയിലെ ഏറനാട് മണ്ഡലത്തിൽ ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശാന്തരങ്ങളിൽ പെരുമ നേടിയ ഒരു കൊച്ചു ഗ്രാമമാണ് അരീക്കോട്. 1961 നവംബർ 21 അരീക്കോട് പഞ്ചായത്ത് രൂപീകൃതമായതെങ്കിലും അതിനു മുൻപേ അരീക്കോട് വ്യാപാര രംഗത്ത് സജീവമായിരുന്നു. വിദ്യാഭ്യാസ, സാംസ്കാരിക, കായിക രംഗങ്ങളിൽ പെരുമ നിലനിർത്തി മുന്നേറുമ്പോഴും താഴത്തങ്ങാടിയും ന്യൂ ബസാറും വ്യാപാര രംഗത്തും മികച്ചുനിന്നു. ചെറുപുഴ ചാലിയാറിൽ ചേരുന്ന മുക്കം കടവിലായിരുന്നു പ്രദേശത്തെ പ്രധാന കാർഷിക വിളകളിലൊന്നായ വാഴക്കുലയുടെ പ്രധാന വിപണി. ചൊവ്വ, ശനി ദിവസങ്ങളിലാണ് വാഴക്കുല ചന്ത. മലയോരങ്ങളിലെ കൃഷിയിടങ്ങളിൽ സ്വദേശ കുടിയേറ്റ കർഷകർ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങൾ ചെറുപുഴ വഴി ചെറുതോണികളിലും തലച്ചുമടായും കാളവണ്ടികളിലുമായി കരമാർഗവും അരീക്കോട് മുക്കം കടവിലെത്തി. വലിയ തോണികളിലായി അവ കോഴിക്കോട് നഗരത്തിലെ വിപണികളിലെത്തുകയും മടങ്ങിപ്പോരുന്ന തോണികളിൽ ഉപ്പുതൊട്ടു കർപ്പൂരം വരെയുള്ള പലവ്യഞ്ജനങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും അരീക്കോട്ടെത്തി. 1930കളുടെ മധ്യത്തോടെ താഴത്തങ്ങാടിയുടെ പ്രതാപമിടിഞ്ഞു. ന്യൂ ബസാർ അരീക്കോടിന്റെ സ്ഥിരാകേന്ദ്രമായി. കാലത്തിനൊത്ത വ്യാപാര സ്ഥാപനങ്ങളുമായി ന്യൂ ബസാർ ഉപഭോക്താക്കൾക്കായൊരുങ്ങി. സ്വന്തം കെട്ടിടത്തിൽ ചീമാടൻ അഹമ്മദ് ഹാജിയും മുണ്ടമ്പ്ര ഉണ്ണിമമ്മദിന്റെ കെട്ടിടത്തിൽ ചോല മൊയ്തീൻകുട്ടിയും ആരംഭിച്ച തുണിക്കടകൾ, കമ്മോയാക്കയുടെയും രായൻകുട്ടി ഹാജിയുടെയും ചായക്കടകൾ, ഹോട്ടലുകൾ, തയ്യൽ കടകൾ തുടങ്ങി വ്യാപാര വൈവിധ്യങ്ങൾ ന്യൂ ബസാറിന്റെ പ്രൗഢിയേറ്റി. അരീക്കോട് ന്യൂ ബസാറിന്റെ കീർത്തി ദേശാന്തരങ്ങൾ കടന്നുചെന്നു. അരീക്കോട്ടെ വ്യാപാരത്തിൽ നിക്ഷേപമിറക്കാൻ തയ്യാറായി അന്യദേശങ്ങളിൽ നിന്നും വ്യാപാരികളെത്തി. ബ്രദേഴ്സ് ക്ലോത്ത് മാർട്ട് ഉടമ വണ്ടൂർക്കാരൻ യൂസുഫ് ക, കുഞ്ഞിപ്പ ക്ലോത്ത് മാർട്ട് ഉടമ പാണ്ടിക്കാട്ടുകാരൻ കുഞ്ഞിപ്പാക്ക എന്നിവർ അവരിൽ ചിലരാണ്. ന്യൂ ബസാറിനെയും അരീക്കോട്ടെ വ്യാപാര, വ്യാവസായിക, കാർഷിക മേഖലകളെയും കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു പേരാണ് ജോളി. ഹോട്ടൽ രംഗത്ത് ആരംഭിച്ച് ബീഡി വ്യവസായത്തിലും സ്റ്റേഷനറി വ്യാപാരത്തിലും തുടങ്ങി ബഹുമുഖ മേഖലകളിൽ നിക്ഷേപമിറക്കി ഉപഭോക്താക്കളുടെ വലിയ സ്വീകാര്യത നേടിയ സംരംഭമായി ജോളി മാറി. വൈദ്യരംഗത്ത് ഇപ്പോൾ ഗണേഷ് ഫാർമസിയായി അറിയപ്പെടുന്ന ഉണ്ണിക്കുട്ടി വൈദ്യരുടെ വൈദ്യശാലയും, പ്രിന്റിംഗ് വ്യവസായ രംഗത്ത് മാടത്തിൽ മുഹമ്മദ് എന്ന സുന്നി മുഹമ്മദ് കെയുടെ സ്ഥാപനവും അരീക്കോടിന്റെ പ്രഭ നിലനിർത്തിയ സ്ഥാപനങ്ങളാണ്. കായിക വിനോദങ്ങളിൽ തൽപരരായിരുന്ന അരീക്കോട്ടെ യുവത KV ആലിപ്പാക്കയുടെ നേതൃത്വത്തിൽ തുണികൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഫുട്ബോൾ കളിച്ചുപോന്നു. എന്നാൽ യഥാർത്ഥ കാൽപന്തിന്റെ മധുരവും സൗന്ദര്യവും അനുഭവിച്ചറിഞ്ഞത് മലബാർ സ്പെഷ്യൽ പോലീസുകാരിൽ നിന്നാണ്. പിന്നീട് രാജ്യത്തിനു വേണ്ടി ബൂട്ടണിഞ്ഞവരും അന്താരാഷ്ട്ര പ്രശസ്തരായ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചവരും സംസ്ഥാന യൂണിവേഴ്സിറ്റി ടീമുകൾക്ക് വേണ്ടി കളിക്കളങ്ങളിൽ വിസ്മയം തീർത്തവരും ഈ ഗ്രാമത്തിലുണ്ട്. ആനയും പന്തിയുമൊഴിഞ്ഞ പറമ്പിൽ 1958 കരുവാട്ട് മൊയ്തീൻകുട്ടി യന്ത്ര ഈർച്ചമില്ല് സ്ഥാപിച്ചുകൊണ്ട് അരീക്കോട് എന്ന കൊച്ചു ഗ്രാമത്തിൽ യന്ത്ര വ്യവസായത്തിന്റെ പുതിയ ആകാശം തുറന്നു. വൈദ്യുതിയില്ലാത്ത അക്കാലത്ത് ക്രൂഡ് ഓയിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന എഞ്ചിൻ കൊണ്ടാണ് ഈർച്ചമില്ല് പ്രവർത്തിച്ചിരുന്നത്. അധികകാലം പക്ഷേ മില്ല് പ്രവർത്തിച്ചില്ല. പല കാരണങ്ങളാൽ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ സ്ഥാപനം വേങ്ങരക്കാർക്ക് വിറ്റു. ഗ്രാമത്തിൽ വിദ്യുച്ഛക്തി എത്തിയപ്പോൾ സോമിൽ വൈദ്യുതീകരിച്ചുകൊണ്ട് പന്തലകത്ത് അബ്ദുറഹീം ഇത് ഏറ്റെടുത്ത് നടത്തി. ശനിയാഴ്ച ചന്ത അരീക്കോടിന്റെ വ്യാപാരത്തിന്റെ വസന്തകാലമായിരുന്നു. ഏകദേശം ഒരു 40 വർഷം പിന്നോട്ട് സഞ്ചരിച്ചാൽ അരീക്കോടിന്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഈ ചന്തയെയായിരുന്നു. ഇന്നത്തെ പത്തനാപുരം പാലത്തിന്റെ അക്കരെ മുക്കം കടവിലെത്തുന്ന കച്ചവടക്കാർ ചാലിയാറിൽ തോണി കടന്നാണ് അന്നത്തെ പ്രധാന അങ്ങാടിയായിരുന്ന താഴത്തങ്ങാടിയിൽ എത്തിയിരുന്നത്. പിൽക്കാലത്ത് പത്തനാപുരം പാലം വന്നതോടെ ചന്തയുടെ വലിപ്പവും കച്ചവടവും വലിയ രീതിയിലായി മാറിയിരുന്നു. എന്നാൽ അരീക്കോട് പാലവും പുതുപുത്തൻ കച്ചവടങ്ങളും അരീക്കോടിന്റെ മണ്ണിലേക്ക് എത്തിയതോടെ പതുക്കെ പരമ്പരാഗത രീതിയിലുള്ള ആളും ബഹളവുമായി നടന്നിരുന്ന ശനിയാഴ്ച ചന്ത അപ്രത്യക്ഷമായി. വർഷങ്ങൾ പിന്നിടുമ്പോൾ അരീക്കോടിന്റെ വ്യാപാര രംഗം ഏറെ മുന്നിലാണ്. പുത്തല മുതൽ ഏകദേശം പത്തനാപുരം പാലം വരെയും ഉഗ്രപുരം സുല്ലമുസലാം സയൻസ് കോളേജ് വരെ അരീക്കോടിന്റെ വ്യാപാരം ഇതിനകം വളർന്നു കഴിഞ്ഞു. ഈ വളർച്ചയ്ക്ക് പിന്നിൽ വലിയ സമുച്ചയങ്ങൾ പണിതുയർത്തിയ ബിൽഡിംഗ് ഉടമകളും അരീക്കോട്ടെ വ്യാപാരികളുടെയും പങ്ക് ഏറെ വലുതാണ്.
വ്യാപാര സ്ഥാപനങ്ങളും വ്യാപാരികളും അരീക്കോട് സജീവമായതോടെ വ്യാപാരികളുടെ ഉന്നമനത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റും ഇവിടെ പിറവികൊണ്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് യൂണിറ്റ് രൂപീകൃതമായതു മുതൽ വ്യാപാരികളുടെ ഉന്നമനത്തിനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. വ്യാപാരികളുടെ ഓരോരോ ആവശ്യങ്ങൾക്കും വർഷാവർഷം മാറിവരുന്ന ഭാരവാഹികൾ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ ജോളി സജീർ പ്രസിഡന്റും അൽമോയ റസാക്ക് ജനറൽ സെക്രട്ടറിയും VA നാസർ ട്രഷററുമായ 48 അംഗ കമ്മിറ്റിയാണ് വ്യാപാരി യൂണിറ്റിനെ നയിക്കുന്നത്. വ്യാപാരികൾക്കൊരാവശ്യം വന്നാൽ മുന്നിട്ടിറങ്ങി പ്രശ്നപരിഹാരത്തിന് തങ്ങളാൽ കഴിയുന്നതെല്ലാം കമ്മിറ്റി ചെയ്തു നൽകുന്നുണ്ട്. സമിതിക്ക് കീഴിലായി വനിതാ വിങ്ങും യൂത്ത് വിങ്ങും വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലെ കമ്മിറ്റിക്കു കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടതാണ് പ്രിവിലേജ് കാർഡ് എന്ന പദ്ധതി. വ്യാപാരികൾക്കും അവരുടെ കുടുംബത്തിനും ആസ്റ്റർ മദർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് OP ടെസ്റ്റ്, മറ്റ് ചികിത്സ തുടങ്ങിയവയിൽ എല്ലാം 20 മുതൽ 50% വരെ ഡിസ്കൗണ്ട് നൽകാൻ പ്രിവിലേജ് കാർഡ് ലഭ്യമാക്കാൻ സാധിച്ചു. അതോടൊപ്പം അൽ റയാൻ കണ്ണാശുപത്രിയിലും ഇത്തരം ആനുകൂല്യങ്ങൾ വ്യാപാരികൾക്ക് ലഭ്യമാക്കുന്നതിന് യൂണിറ്റ് ഭാരവാഹികൾക്ക് സാധ്യമായി. അരീക്കോട് പുത്തലം ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വളരെ വലിയ പ്രവർത്തനം നടത്തി. അരീക്കോട്ട് വ്യാപാര സ്ഥാപനങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനമായിരുന്നു. അരീക്കോട് പോലീസുമായി സഹകരിച്ച് പെട്രോളിംഗ് സംവിധാനം സജീവമാക്കുന്നതിലും ഈയിടെയുണ്ടായ മോഷണത്തിൽ കുറ്റവാളികളെ പിടികൂടുന്നതിനും പോലീസിന് വ്യാപാരി ഏകോപന സമിതി നൽകിയ പിന്തുണ വലുതാണ്. തമിഴ്നാട് സ്വദേശിയായ വ്യാപാരിക്ക് ബിൽഡിംഗ് ഓണറുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിന് ഭാരവാഹികൾ നിരവധി പരിശ്രമമാണ് നടത്തിയത്. ഇന്ന് ഈ വിഷയം കോടതിയിലാണ്. വ്യാപാരിയെ സഹായിക്കാൻ ആവുന്നതെല്ലാം കമ്മിറ്റി ചെയ്തു നൽകുന്നുണ്ട്. കൊയിലാണ്ടി എടവണ്ണ ദേശീയപാത വികസനം ആവശ്യമായി വന്നപ്പോൾ അങ്ങാടി വീതി കൂട്ടാൻ ജനപ്രതിനിധികൾക്കൊപ്പം സംഘടനയും വളരെ താൽപ്പര്യത്തോടെ മുന്നിട്ടിറങ്ങി. യൂത്ത് വിങ്ങിൻ്റെയും വനിതാ വിങ്ങിൻ്റെയും വളരെ വലിയ പ്രവർത്തനം നാടിനും വ്യാപാരികൾക്കും ഏറെ ഗുണകരമായിട്ടുണ്ട്. പായസ ചലഞ്ചിലൂടെ വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഏറെ ഗുണകരമായ വ്യാപാരി കെയർ പദ്ധതിക്ക് രൂപം നൽകി. അരീക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വാട്ടർ ഡിസ്പെൻസറിയും വനിതാ വിങ്ങും യൂത്ത് വിങ്ങും നിർമ്മിച്ചു നൽകി. കമ്മിറ്റിക്ക് കീഴിൽ വ്യാപാരികളുടെ ഉന്നമനത്തിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗത്വമുള്ള മുഴുവൻ വ്യാപാരികൾക്കും സൗജന്യ ഇൻഷുറൻസ് പദ്ധതിക്കായി പരിശ്രമം തുടരുന്നുണ്ട്. കഷ്ടപ്പെടുന്ന വ്യാപാരികൾക്ക് പലിശരഹിത വായ്പ നൽകാനും വ്യാപാരികൾക്കായുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കമ്മിറ്റിയുടെ ആസൂത്രണത്തിലാണ്. വ്യാപാരികളും ബിൽഡിംഗ് ഓണർമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരം കാണാൻ കമ്മിറ്റി പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അരീക്കോട്ട് വ്യാപാര രംഗം മെച്ചപ്പെടുന്നതിൻ്റെ പ്രധാന ആവശ്യമായി മൂർക്കനാട് നടപ്പാലവും അരീക്കോട് പാലം വികസനവും മറ്റ് നിരവധി കാര്യങ്ങളും ഇനിയും നടപ്പിലാക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ജനപ്രതിനിധികളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. വ്യാപാരികളുടെ ഉന്നമനത്തിന് നമുക്ക് ഒരുമിച്ച് മുന്നേറാം.